+1 Mathematics Chapter 1 Sets Exam Help video inde Part 2 video aanidhu. Part 1 video kanda shesham Part 2 video കാണുക. Part 1 videoയിൽ Chapter 1 inde important ആയ equations, results, definitions ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ 2020 മാർച്ച് ബോർഡ് എക്സാമിൽ ഈ ചാപ്റ്ററിൽ നിന്നും വന്ന 2 പ്രോബ്ലംസ് അതിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ 2009 മുതൽ 2019 വരെയുള്ള 11 വർഷത്തെ സെറ്റ്സ് ചാപ്റ്ററിൽ നിന്നും വന്ന ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻസ് ആണ് ചെയ്യുന്നത്. ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ സെറ്റ്സ് ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള 6 മാർക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് നേടാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. 2009 മാർച്ച് first one, let u equal to set 1 2 3 4 5 6 7 8, a equal to set 2 4 6 8, b equal to set 2 4 8. A, find a complement and b complement. B, also find a union b complement. C, verify a union b complement equal to a complement intersection b complement. Now first we have to find a complement. A complement is equal to u minus a. ഇപ്പോൾ നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് തന്നിരിക്കുന്ന സെറ്റ്സ് കറക്റ്റായിട്ട് എഴുതണം. എലമെൻറ്റ്സ് ഒന്നും മിസ് ചെയ്യാണ്ട് കറക്റ്റായിട്ട് ശ്രദ്ധയോടെ വേണം എലമെൻറ്റ്സ് എല്ലാം എഴുതാൻ വേണ്ടിയിട്ട്. നൗ എ കോംപ്ലിമെൻറ്റ് ഇസ് യു മൈനസ് എ. നൗ റൈറ്റ് യു മൈനസ് എ. എ ഇസ് സെറ്റ് 2 4 6 8. ഇവിടെ യുയിൽ നിന്നും എയിലെ എലമെൻറ്റ്സിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം. ഇപ്പോൾ എൻ്റെ അകത്തിരിക്കുന്നത് 2 4 6 8. ഇപ്പോൾ ഈ എലമെൻറ്റ്സ് ഈ സെറ്റിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ എലമെൻറ്റ്സാണ് ഇവിടെ ബാക്കി ഉണ്ടാവുക? 1 3 5 7. സോ യു മൈനസ് എ ഈക്വൽ ടു 1 3 5 7. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഈ 2 4 6 8 ഇവിടെ ഇരിക്കുന്ന എലമെൻറ്റ്സ് ഇവിടെ ഉണ്ടാകും. ആ എലമെൻറ്റ്സിന് ജസ്റ്റ് ഒന്ന് ചെറിയ അണ്ടർലൈൻ ഇട്ട് വെക്കുക. 2 4 6 8ന് അണ്ടർലൈൻ ഇട്ട് വെക്കുക. അണ്ടർലൈൻ ഇട്ട എലമെൻറ്റ്സിനെ ഒഴിവാക്കിയിട്ട് ബാക്കി ഇവിടെ ഏതൊക്കെ എലമെൻറ്റ്സ് ഉണ്ടോ ആ എലമെൻറ്റ്സ് അങ്ങ് എഴുതിയാൽ മതി. set 1 3 5 7. So a dash is equal to set 1 3 5 7. Now b dash equal to u minus b. Now u is set 1 2 3 4 5 6 7 8 minus b. b is set 2 4 8. ഇപ്പോൾ ഇവിടെ 2 4 8 ഈ എലമെൻറ്റ്സ് ഒഴിവാക്കണം. ബാക്കി വരുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാ? 1 3 5 6 7. So answer is set 1 3 5 6 7. Now B, we have to find A union B complement. To find A union B complement, first we have to find A union B. A union B consists all elements of A and all elements of B. A union B കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എയിലെ എല്ലാ എലമെൻസും എഴുതണം, ബിയിലെ എല്ലാ എലമെൻസും എഴുതണം. പക്ഷേ എലമെൻസ് റിപ്പീറ്റ് ചെയ്യരുത്, ഒറ്റൊരു പ്രാവശ്യം മാത്രമേ എഴുതാൻ പാടുള്ളൂ. So write A. A is set 2 4 6 8 union B. B is set 2 4 8. അപ്പോൾ ഇതിൻ്റെ യൂണിയൻ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇവിടെ എല്ലാ എലമെൻറ്റ്സ് എല്ലാം എഴുതാം. ഇപ്പോൾ ഇവിടെ 2 4 8 ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞു, രണ്ടാമത് എഴുതേണ്ട ആവശ്യമില്ല, ഒറ്റൊരു പ്രാവശ്യം മാത്രമേ എഴുതേണ്ടതുള്ളൂ. സോ എ യൂണിയൻ ബി ഇസ് സെറ്റ് 2 4 6 8. Now A union B complement, we know that A complement is U minus A. So A union B complement is U minus A union B. U is set 1 2 3 4 5 6 7 8 minus A union B നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചു. സോ മൈനസ് സെറ്റ് 2 4 6 8. ഇപ്പോൾ ഈ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഈ എലമെൻസിനെ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യണം. 2 4 6 8 ഈ എലമെൻറ്റ്സ് ഡിലീറ്റ് ചെയ്യുക. ബാക്കി വരുന്ന എലമെൻറ്റ്സ് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി 1 3 5 7. സോ എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ഇസ് സെറ്റ് 1 3 5 7. In part C, we have to verify that A complement intersection B complement equal to A union B whole complement. So first we have to find A complement intersection B complement. അപ്പോൾ നമ്മൾ A complement intersection B complement ആണ് എഴുതാൻ പോകുന്നത്. A complement is set 1 3 5 7. നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ട്. Intersection B complement is set 1 3 5 6 7. അപ്പോൾ intersection കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഫസ്റ്റ് സെറ്റിലെയും സെക്കൻഡ് സെറ്റിലെയും കോമൺ എലമെൻറ്റ്സ് ആണ് ഇന്റർസെക്ഷനിൽ വരുന്നത്. ഇവിടെ ഉള്ള എലമെൻറ്റ്സ് ഇവിടെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. 1 ഉണ്ട്, 1 is common to both sets. 3 is common element, 5 is also common element, 7 is a common element. So intersection of these two sets consist
1357. 1357 രണ്ട് സെറ്റിലും ഉണ്ട്. രണ്ട് സെറ്റിലും വരുന്ന കോമൺ എലമെന്റ്സ് ആണ് ഇന്റർസെക്ഷൻ്റെ അകത്ത് വരുന്നത്. സോ എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ഇസ് സെറ്റ് 1357. നൗ എ യൂണിയൻ ബി കോംപ്ലിമെന്റ് തൊട്ട് മുന്നത്തെ ബിയിൽ നമ്മളത് കണ്ടുപിടിച്ചിട്ടുണ്ട്. എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ഇസ് സെറ്റ് 1357. നൗ കമ്പയറിംഗ് ദീസ് ടു we get A union B complement equal to A complement intersection B complement, De Morgan's law. Now 2010 March. Consider A equal to set of all x such that x is natural number 2 less than or equal to x less than or equal to 6. B equal to set of all x such that x is a prime number x less than or equal to 7. C equal to set of all x such that x square minus 5x plus 6 equal to 0. Write A, B, C in the roster form. B. Verify that A union B union C is equal to A union B union C. ഈ സെറ്റ് ബിൽഡർ ഫോമിനെ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പാണത്. ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്. അവിടെ മിസ്റ്റേക്ക് ഒന്നും വരാത്ത രീതിയിൽ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. Now A is equal to set of all x such that x is a natural number 2 less than or equal to x less than or equal to 6. We know that natural numbers are n equal to set 1, 2, 3, 4, 5 etc. നമുക്ക് വേണ്ടത് എന്താ? 2 less than or equal to x less than or equal to 6. നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു നമ്പർ ലൈൻ വരക്കാം. ഓക്കെ, -1, 0, 1, 2, 3, 4, 5, 6, 7 etc. ഓക്കെ, നമുക്ക് വേണ്ട നമ്പേഴ്സ് 2 മുതൽ 6 വരെയുള്ളത്, ഇവിടുന്ന് ഇവിടം വരെയുള്ള എലമെന്റ്സ് ആണ്. എക്സ് ഈക്വൽ ടു 2 ഉണ്ട്, എക്സ് ഈക്വൽ ടു 6 ഉണ്ട്, അതും കൂടി ശ്രദ്ധിച്ചേക്കണം. സോ എ ഇസ് ഈക്വൽ ടു 2, 3, 4, 5, 6. So this is our set A. Now B equal to set of all x such that x is a prime number and x is less than or equal to 7. Prime numbers are numbers whose factors are 1 and that number itself. And prime numbers are 2, 3, 5, 7, 11, 13, 17, etc. Okay. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ? പ്രൈം നമ്പർ എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7. എക്സ് 7 ആവാം, അതിനേക്കാളും താഴെ വരുന്ന എലമെന്റ്സ് ആവാം. പ്രൈം നമ്പർ ആയിരിക്കണം. അപ്പോൾ ഏതൊക്കെ എലമെന്റ്സ് ബിയിൻ്റെ അകത്തുണ്ടാകും? 2, 3, 5, 7. സോ ബി ഇസ് ഈക്വൽ ടു സെറ്റ് 2, 3, 5, 7. ഈ ഒരു സെറ്റ് നന്നായിട്ട് പഠിച്ചേക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ ഈ സെറ്റ് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് യൂണിയൻ, ഇന്റർസെക്ഷൻ, ഡിഫറൻസ്, ഈ 3 ഓപ്പറേഷൻസ് നന്നായിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ ഫോർമുല എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി, ഈ ഫോർമുലയും നന്നായിട്ട് പഠിച്ചിരിക്കണം. ഈ പ്രോബ്ലംസ് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ബി എന്താ? സെറ്റ് 2, 3, 5, 7. ഇനി നമ്മൾ സിയും കൂടി കണ്ടുപിടിക്കണം. സി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ദാറ്റ് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. അപ്പൊ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സിയിലിരിക്കുന്ന എലമെന്റ്സ് നമുക്ക് കിട്ടും. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. Quadratic equation of the form ax square plus bx plus c equal to 0. In this case, a is equal to 1, b is minus 5, c is equal to 6. How to find solution of quadratic equation? X equal to minus b plus or minus root of b square minus 4ac whole divided by 2a. b is minus 5, so minus b is 5. Plus or minus root of b square, that is minus 5 square, 25. Minus 4 into a into c, that is 4 into 1 into 6. 4 into 1 into 6 is 24. So 25 minus 24. Whole divided by 2a, that is 2 into a is 1. 2 into 1 is 2. Now 25 minus 24 is 1. So 5 plus or minus root of 1 divided by 2. Root of 1 is 1. So 5 plus or minus 1 divided by 2. That is 5 plus 1, 6 by 2. 5 minus 1, 4 by 2. 6 by 2 is 3. 4 by 2 is 2. So C consists elements 2 and 3. C equal to set 2, 3. ഇപ്പോൾ നമുക്ക് എ ബി സി 3 സെറ്റ്സിനെയും നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് ഇപ്പോൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 3 സെറ്റ്സ്. ഇനി നമുക്ക് ബിയിലേക്ക് കടക്കാം. സെക്കൻഡ് പ്രോബ്ലത്തിലേക്ക് കടക്കാം. B, we have to verify that A union B union C is equal to A union B union C. ഈ പ്രോപ്പർട്ടിയുടെ പേരെന്താ? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഇപ്പം നമ്മൾ ആദ്യം LHS കണ്ടുപിടിക്കണം, പിന്നീട് RHS കണ്ടുപിടിക്കണം. അത് രണ്ടും ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. LHS ഈക്വൽ ടു A union B union C.
So we have to write A union B. A is set 2, 3, 4, 5, 6 union B. B is set 2, 3, 5, 7. C is set 2, 3. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റിന്റെ അകത്തുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. യൂണിയൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ട് സെറ്റിലെ എലമെന്റ്സിനെയും ലിസ്റ്റ് ചെയ്യണം. എലമെന്റ്സ് റിപ്പീറ്റ് ചെയ്യരുത്. ഇപ്പോൾ എലമെന്റ്സ് ഏതൊക്കെ വരും? 2, 3, 4, 5, 6 ഈ സെറ്റിലുണ്ട്. ആ എലമെന്റ്സ് മൊത്തം എഴുതാം. 2, 3, 5 രണ്ടാമത് എഴുതേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം എഴുതി കഴിഞ്ഞു. പിന്നെ ഇവിടെ ഇരിക്കുന്നത് 7. ആ 7 കൂടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് യൂണിയൻ കിട്ടും. സോ യൂണിയൻ ഓഫ് എ ആൻഡ് ബി ഇസ് സെറ്റ് 2, 3, 4, 5, 6, 7. പിന്നെ ഇരിക്കുന്നത് എന്താ? യൂണിയൻ സെറ്റ് 2, 3. ഓക്കെ, ഈ എലമെന്റ്സിനും കൂടി ഇതിന്റെ കൂടെ ചേർക്കണം. അപ്പോൾ ഏതൊക്കെ എലമെന്റ്സ് വരും? സെറ്റ് 2, 3, 4, 5, 6, 7. ഓക്കെ, 2, 3 രണ്ട് പ്രാവശ്യം എഴുതേണ്ട ആവശ്യമില്ല. ഒറ്റൊരു പ്രാവശ്യം എഴുതിയാൽ മതി. സോ എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു സെറ്റ് 2, 3, 4, 5, 6, 7. ഇനി നമ്മൾ RHS കണ്ടുപിടിക്കണം. RHS എന്താ? എ യൂണിയൻ ബി യൂണിയൻ സി. ബ്രാക്കറ്റിന്റെ അകത്തുള്ളത് ആദ്യം ചെയ്യണം. എ യൂണിയൻ ബി യൂണിയൻ സി ഇസ് ഈക്വൽ ടു എ ഇസ് സെറ്റ് 2, 3, 4, 5, 6 യൂണിയൻ സെറ്റ് 2, 3, 5, 7 യൂണിയൻ സെറ്റ് 2, 3. ഇപ്പം ഈ രണ്ട് സെറ്റ്സിന്റെ യൂണിയൻ ആണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. 2, 3, 5, 7. പിന്നെ ഈ 2, 3 കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2, 3, 5, 7. ഓക്കെ, write all elements of first set and second set without repeating elements. So union is set 2, 3, 5, 7. Now union of these two sets is 2, 3, 4, 5, 6 and this 7. So answer is set 2, 3, 4, 5, 6, 7. Now compare LHS and RHS. Both are same sets. So we have LHS equal to RHS. So A union B union C is equal to A union B union C. 2011 March. Consider the sets A and B given by A equal to set of all x such that x is a prime number less than 10. B equal to set of all x such that x is a natural number which divides 12. 12ന്റെ ഡിവൈസസ് ആണ് B എന്ന് പറഞ്ഞ സെറ്റിന്റെ അകത്ത് വരുന്നത്. Now first one, write A and B in the roster form. Second one, find A union B and B minus A. Third one, verify that A union B minus A equal to B minus A. അപ്പോൾ നമ്മൾ ആദ്യം ഈ സെറ്റ് ബിൽഡർ ഫോമിനെ റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. A equal to set of all x such that x is a prime number less than 10, which are prime numbers 2, 3, 5, 7, 11, 13, 17, etc. These are prime numbers. And here we need prime numbers less than 10. 10 ഇനേക്കാളും ചെറിയ prime numbers ഏതൊക്കെയാ? 2, 3, 5, 7. So A equal to set 2, 3, 5, 7. Now B equal to set of all x such that x is a natural number which divides 12. നാച്ചുറൽ നമ്പർ ആയിരിക്കണം, 12ന്റെ ഡിവൈസസ് ആയിരിക്കണം, 12ന്റെ ഫാക്ടേഴ്സ് ആയിരിക്കണം. 12ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1, 2, 3, 4, 6, 12. ഓക്കെ, ഫാക്ടേഴ്സ് ഓഫ് 12 ആർ 1, 2, 3, 4, 6, 12. ഇതൊക്കെ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സോ ബി is equal to സെറ്റ് 1, 2, 3, 4, 6, 12. അപ്പോൾ നമുക്ക് എ ബി രണ്ട് സെറ്റ്സ് കിട്ടി. എ സെറ്റ് 2, 3, 5, 7. ബി is equal to സെറ്റ് 1, 2, 3, 4, 6, 12. Now A union B consists all elements of A and B. ഇവിടുത്തെ എല്ലാ എലമെന്റ്സും ഇവിടുത്തെ എല്ലാ എലമെന്റ്സും ലിസ്റ്റ് ചെയ്യണം. ഒറ്റൊരു പ്രാവശ്യം മാത്രമേ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ ഏതൊക്കെ എലമെന്റ്സ് വരും? 1, 2, 3, 4. ഇവിടെ 5 ഉണ്ട്, 5 എഴുതണം. 6, 7, 12. So A union B equal to set 1, 2, 3, 4, 5, 6, 7, 12. Now we have to find B minus A. So write B minus A. B is set 1, 2, 3, 4, 6, 12 minus A. A is set 2, 3, 5, 7. ഇനി ഇവിടുത്തെ കോമൺ എലമെന്റ്സ് ഏതൊക്കെയാ? കോമൺ എലമെന്റ്സ് ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഈ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ? എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാൻ ഈ 2ന് ഒരു അണ്ടർലൈൻ ഇട്ട് വെക്കാം. അതുപോലെ 3ക്ക് ഒരു അണ്ടർലൈൻ ഇട്ട് വെക്കാം. അതായത് ആ എലമെന്റ്സിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, കോമൺ ആയിട്ടുള്ള എലമെന്റ്സിനെ, ബിയിൽ വരുന്ന എലമെന്റ്സ് എയിൽ വന്നിട്ടുണ്ടോ നോക്കാം. ആ എലമെന്റ്സിനെ ഒന്ന് അണ്ടർലൈൻ ഇട്ട് വെക്കാം. ആ അണ്ടർലൈൻ ഇട്ട് വെച്ച എലമെന്റ്സിനെ അങ്ങ് ഡിലീറ്റ് ചെയ്തേക്കാം. ബാക്കി വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാ? 1, 4, 6, 12. അതാണ് നമ്മുടെ ബി മൈനസ് എ എന്ന് പറഞ്ഞ സെറ്റിൽ ഉണ്ടാവുക. 1, 4, 6, 12. So B minus A is equal to set 1, 4, 6, 12. Third one, we have to verify that A union B minus A is equal to B minus A. So write A union B. A union B നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. Set 1, 2, 3, 4, 5, 6, 7, 12 minus A. A is set 2, 3, 5, 7. ഇത് മൈനസ് ചെയ്യാൻ നമ്മൾ എന്താ നമ്മുടെ എളുപ്പ വഴി എന്താ നമ്മുടേത്?
2, 3, 5, 7 ഇവിടെ ഉണ്ട്. അതിനെ അണ്ടർലൈൻ ഇട്ട് വെക്കാം. 2, 3, 5, 7. ഓക്കെ, ആ എലമെന്റ്സ് അങ്ങ് ഡിലീറ്റ് ചെയ്യാം. ഈ റെഡിൽ മാർക്ക് ചെയ്ത എലമെന്റ്സ് അങ്ങ് ഡിലീറ്റ് ചെയ്യാം. ബാക്കി വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാ? 1, 4, 6, 12. അതാണ് ഈ സെറ്റിന്റെ അകത്ത് ഉണ്ടാവുക. ഓക്കെ, അതാണ് ഈ സെറ്റിന്റെ അകത്ത് വരുന്ന എലമെന്റ്സ് 1, 4, 6, 12. സോ എ യൂണിയൻ ബി മൈനസ് എ ഇസ് ഈക്വൽ ടു സെറ്റ് 1, 4, 6, 12. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ബി മൈനസ് എ. ബിയിൽ നിന്നും എനെ ഡിലീറ്റ് ചെയ്യണം. ബി എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 6, 12 മൈനസ് എ. ഇപ്പൊ ഏതൊക്കെ എലമെന്റ്സ് ഡിലീറ്റ് ചെയ്യണം? 2, 3, 5, 7 ഇവിടെ ഇല്ല, അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. ഇപ്പൊ ഇവിടെ 2, 3 ഉണ്ട്. ഇവിടുന്ന് ഈ 2, 3 അങ്ങ് ഡിലീറ്റ് ചെയ്യണം. ഇപ്പൊ ഇവിടെ 2, 3 പോയി കഴിഞ്ഞാൽ ഏതൊക്കെ എലമെന്റ്സ് വരുന്നത്? 1, 4, 6, 12. സോ ബി മൈനസ് എ ഇസ് ഈക്വൽ ടു സെറ്റ് 1, 4, 6, 12. ഇനി രണ്ട് സെറ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. രണ്ടും സെയിം സെറ്റ് അല്ലേ? So we have A union B minus A is equal to B minus A. Okay. Now 2012 March. Let A equal to set of all x such that x is an integer minus 1 by 2 less than x less than 7 by 2. B is equal to set 2, 3, 4. അപ്പോൾ B നെ റോസ്റ്റർ ഫോമിൽ തന്നിട്ടുണ്ട്. A നെ സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത്. A, write A in the roster form. B, find the power set of A union B. C, verify that A minus B union A intersection B equal to A. We have A is equal to set of all x such that x is an integer 1 by 2 less than x less than 7 by 2. അപ്പോൾ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ നമുക്കൊരു നമ്പർ ലൈൻ വരച്ചേക്കാം. 0, 1, 2, 3, 4 എക്സെട്ര. ഈ ഭാഗത്തേക്ക് -1, -2, -3 ഇതുപോലെ എലമെന്റ്സ് ഉണ്ടാകും. അപ്പൊ നമുക്ക് വേണ്ട എലമെന്റ്സ് എവിടുന്ന് എവിടത്തേക്കാ? 1 by 2 മുതൽ 7 by 2, 3.5 വരെ. 1 by 2 less than x less than 7 by 2. ഇതിന്റെ ഇടയിൽ വരുന്ന ഇന്റീജേഴ്സ് ആണ് വരേണ്ടത്. 1 by 2 less than x less than 7 by 2 and x is an integer. ഈ 0.5ന്റെയും 3.5ന്റെയും ഇടയിൽ വരുന്ന ഇന്റീജേഴ്സ് ഏതൊക്കെയാ? 1, 2, 3. So A consists elements 1, 2, 3. A equal to set 1, 2, 3. Now B is given in roster form, which is set 2, 3, 4. Now A union B equal to 1, 2, 3 and 4. So A union B is equal to set 1, 2, 3, 4. Part C, we have to verify that A minus B union A intersection B is equal to A. Now start with LHS. LHS equal to A minus B union A intersection B. A minus B is set 1, 2, 3 union A intersection B is set 2, 3, 4. അപ്പോൾ ഇവിടെ എലമെന്റ്സ് കോമൺ എലമെന്റ്സ് 2, 3. ഇവിടെയും 2, 3 ഉണ്ട്, ഇവിടെയും 2, 3 ഉണ്ട്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന 2, 3 നമ്മൾ അണ്ടർലൈൻ ഇട്ട് വെക്കാം. ഈ എലമെന്റ്സ് അങ്ങ് ഡിലീറ്റ് ചെയ്യണം. ബാക്കി വരുന്ന എലമെന്റ്സ് ഏതാ? ഇവിടെ 1 ഉണ്ടാകും. അതുപോലെ സെക്കൻഡ് സെറ്റ് യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി. എ സെറ്റ് 1, 2, 3 ഇന്റർസെക്ഷൻ 2, 3, 4. ഇന്റർസെക്ഷന്റെ അകത്ത് കോമൺ എലമെന്റ്സ് ആണ് ഉണ്ടാവുക. ഇവിടെ 2, 3 ഉണ്ട്, ഇവിടെയും 2, 3 ഉണ്ട്. സോ ദിസ് ഇന്റർസെക്ഷൻ കൺസിസ്റ്റ് elements 2, 3. സെക്കൻഡ് സെറ്റിന്റെ അകത്ത് 2, 3 ആണ് ഉണ്ടാവുക. സോ സെക്കൻഡ് സെറ്റ് ഇസ് സെറ്റ് 2, 3. ഫസ്റ്റ് സെറ്റ് ഇസ് സെറ്റ് 1, സെക്കൻഡ് സെറ്റ് ഇസ് സെറ്റ് 2, 3. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? യൂണിയൻ ആണ്. ഈ രണ്ട് സെറ്റിന്റെ യൂണിയൻ. ആദ്യം എ മൈനസ് ബി കണ്ടുപിടിച്ചു, പിന്നീട് എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിച്ചു. ഇനി അതിന്റെ യൂണിയൻ കൂടി നമ്മൾ കണ്ടുപിടിക്കണം. ഈ രണ്ട് സെറ്റിലെ എലമെന്റ്സിനെയും നമ്മൾ യൂണിയന്റെ അകത്ത് എഴുതണം. അപ്പൊ ഏതൊക്കെ എലമെന്റ്സ് വരും? 1, 2, 3. So LHS equal to set 1, 2, 3, which is equal to A. So we have A minus B union A intersection B is equal to A. Okay. ഇത് ഏത് രണ്ട് സെറ്റ് എ ബി എടുത്തു കഴിഞ്ഞാലും ഈ റിസൾട്ട് കറക്റ്റ് ആണ്. എ മൈനസ് ബി എന്ന് പറയുമ്പോൾ ഈ പാർട്ടാണ് എ മൈനസ് ബി, ഇത് എ ഇന്റർസെക്ഷൻ ബി പാർട്ടാണ്. ഈ രണ്ട് പാർട്ടും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫുൾ സെറ്റ് എ എന്ന് പറഞ്ഞ സെറ്റ് കിട്ടും. എ മൈനസ് ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി is എ. 2013 March, let U equal to set 1, 2, 3, 4, 5, 6, 7, 8, 9. A is equal to set 1, 2, 4, 7 and B equal to set 1, 3, 5, 7. Find A union B, find A complement and B complement and hence show that A union B complement equal to A complement intersection B complement. De Morgan's law. Now the power set P of A union B has dash elements. Now here A is set 1, 2, 4, 7, B is set 1, 3, 5, 7. So A union B equal to A union B consists all elements of A and all elements of B. List only ones. 1, 2,
3, 4, 5, 7. So A union B equal to set 1, 2, 3, 4, 5, 7. Now B, in part B, we have to find A complement and B complement, and we have to show that A union B complement equal to A complement intersection B complement. So first we have to find A complement. A complement is U minus A. U is set 1, 2, 3, 4, 5, 6, 7, 8, 9. Minus A. A is set 1, 2, 4, 7. So minus ചെയ്യേണ്ടത് എങ്ങനെയാ? ആ എലമെന്റ്സിനെ അണ്ടർലൈൻ ഇട്ട് വെക്കാം. ഏതൊക്കെ എലമെന്റ്സ് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടത് അതിനൊന്ന് ജസ്റ്റ് ചെറിയൊരു അണ്ടർലൈൻ ഇട്ട് വെക്കാം. തെറ്റ് കൂടാണ്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഈ അണ്ടർലൈൻ ഇട്ട് വെച്ച എലമെന്റ്സിനെ അങ്ങ് ഡിലീറ്റ് ചെയ്യാം. ബാക്കി വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാ? 3, 5, 6, 8, 9. So U minus A or A complement is set 3, 5, 6, 8, 9. ഇനി നമ്മൾ B complement ആണ് കണ്ടുപിടിക്കേണ്ടത്. B complement is U minus B. Right set U minus set B. അപ്പൊ നമ്മൾ അണ്ടർലൈൻ ഇടേണ്ട എലമെന്റ്സ് ഏതൊക്കെയാ? 1, 3, 5, 7. 1, 3, 5, 7. അപ്പൊ ആ എലമെന്റ്സിനെ അങ്ങ് ഡിലീറ്റ് ചെയ്യാം. പിന്നെ വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാ? 2, 4, 6, 8, 9. So B complement is set 2, 4, 6, 8, 9. ഇപ്പൊ A കോംപ്ലിമെന്റും B കോംപ്ലിമെന്റും കിട്ടി. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് ആൻഡ് A യൂണിയൻ B ഹോൾ കോംപ്ലിമെന്റ്. ഇപ്പൊ നമ്മൾ A യൂണിയൻ B കണ്ടുപിടിക്കാം. A യൂണിയൻ B കൺസിസ്റ്റ് ഓൾ എലമെന്റ്സ് ഓഫ് A ആൻഡ് B. So A യൂണിയൻ B is set 1, 2, 3, 4, 5, 7. A union B whole complement is U minus A union B. U is set 1, 2, 3, 4, 5, 6, 7, 8, 9 minus A union B is set 1, 2, 3, 4, 5, 7. P elements എല്ലാം ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യണം. 1, 2, 3, 4, 5, 7 ഡിലീറ്റ് ചെയ്യണം. അപ്പൊ ഏതൊക്കെ എലമെന്റ്സ് ഇവിടെ ബാക്കി ഉണ്ടാവുക? 6, 8, 9. So A union B whole complement is set 6, 8, 9. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ്. A കോംപ്ലിമെന്റ് is set 3, 5, 6, 8, 9. ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് is set 2, 4, 6, 8, 9. തൊട്ട് മുന്നേ നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഈ രണ്ട് സെറ്റിന്റെ ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കണം. അതായത് ഈ രണ്ട് സെറ്റിലിരിക്കുന്ന കോമൺ എലമെന്റ്സ് ആണ് എഴുതേണ്ടത്. ഏതൊക്കെ എലമെന്റ്സ്? ഇവിടെ 3 ഉണ്ട്, പക്ഷെ ഇവിടെ 3 ഇല്ല. ഇവിടെ 5 ഉണ്ട്, ഇവിടെ 5 ഇല്ല. ഇവിടെ 2 ഉണ്ട്, ആ 2 ഇവിടെ ഇല്ല. ഇവിടെ 4 ഉണ്ട്, ആ 4 ഇവിടെ ഇല്ല. 6, 8, 9 ഉണ്ട്, ഇവിടെയും 6, 8, 9 ഉണ്ട്. So common elements are 6, 8, 9. So intersection consists elements 6, 8, 9. So answer is set 6, 8, 9. ഈ രണ്ട് സെറ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. A യൂണിയൻ B ഹോൾ കോംപ്ലിമെന്റ് is set 6, 8, 9. A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് is set 6, 8, 9. രണ്ടും സെയിം സെറ്റ് അല്ലേ? So we have A union B whole complement equal to A complement intersection B complement. De Morgan's law. In C പാർട്ടിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് the power set P of A union B has dash elements. If a set A has n elements, its power set P of A consists 2 raised to n elements. A union B consists 6 elements. A union B ന്റെ അകത്ത് 6 elements ആണ് ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ പവർ സെറ്റിന്റെ അകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടാകും? 2 raised to 6. So answer is 2 raised to 6. Reason avade bracket la edhi vechekkanam. If A has n elements, then P of A has 2 raised to n elements. 2014 March, consider the sets A equal to set 2, 3, 5, 7 and B equal to set 1, 2, 3, 4, 6, 12. Find A intersection B. Find A minus B, B minus A, and hence show that A intersection B union A minus B union B minus A equal to A union B. C. Write the power set of A intersection B. Here A is equal to set 2, 3, 5, 7, B equal to set 1, 2, 3, 4, 6, 12. So A intersection B consists common elements of A and B. So ഇവിടെ common elements ഏതൊക്കെയാ? ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. 3 A ന്റെ അകത്ത് 3 ഉണ്ട്, B ന്റെ അകത്തും 3 ഉണ്ട്. So 2, 3 belongs to A intersection B. ബാക്കി വരുന്ന എലമെന്റ്സ് ഒന്നും കോമൺ എലമെന്റ് അല്ല. 5 ഇവിടെ ഉണ്ട്, പക്ഷെ 5 ഇവിടെ ഇല്ല. 7 A ന്റെ അകത്തുണ്ട്, 7 B ന്റെ അകത്തില്ല. 4 ഉണ്ട്, പക്ഷെ A ന്റെ അകത്ത് 4 ഇല്ല. 6 ഉം 12 ഉം B ന്റെ അകത്തുണ്ട്, പക്ഷെ 6, 12 A ന്റെ അകത്തില്ല. Okay. So A intersection B is set to 2, 3. Now B, A minus B. A is set to 2, 3, 5, 7. B is set to 1, 2, 3, 4, 6, 12. ഈ കോമൺ എലമെന്റ്സ് നമ്മൾ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യണം. ഇവിടെ വരുന്ന എലമെന്റ്സ് തന്നെ ഇവിടെ ഉണ്ട്. A minus B consist all elements of A which are not in B.
അപ്പൊ ഈ 2, 3 ബിന്റെ അകത്തുണ്ട്, ആ എലിമെന്റ്സിനെ ഡിലീറ്റ് ചെയ്യണം. സോ എ മൈനസ് ബി കൺസിസ്റ്റ് 5, 7. Set 5, 7. Now b minus c equal to b is set 1, 2, 3, 4, 6, 12 minus a is set 2, 3, 5, 7. ഇവിടെയും ഈ 2, 3 എന്ന് പറഞ്ഞ എലമെന്റ്സ് നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. b minus a consists all elements of b which are not in a. ഈ 2, 3 a ന്റെ അകത്തുണ്ട്. അപ്പൊ 2, 3 നമ്മൾ ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യണം. അപ്പൊ ബാക്കി വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാ? 1, 4, 6, 12. സോ b minus a equal to 1, 4, 6, 12. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. എ ഇന്റർസെക്ഷൻ ബി ഇസ് സെറ്റ് 2, 3, എ മൈനസ് ബി ഇസ് സെറ്റ് 5, 7, ബി മൈനസ് എ സെറ്റ് 1, 4, 6, 12. ഇതിന്റെ എല്ലാം ഈ 3 സെറ്റിന്റെയും യൂണിയൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ സെറ്റ് 2, 3 യൂണിയൻ സെറ്റ് 5, 7 യൂണിയൻ സെറ്റ് 1, 4, 6, 12. യൂണിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാ എലമെന്റ്സിനെയും എഴുതണം, ഒറ്റൊരു പ്രാവശ്യം മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഏതൊക്കെ എലമെന്റ്സ് അവിടെ ഇരിക്കുന്നത്? 1, 2, 3, 4, 5, 6, 7, 12. So answer is set 1, 2, 3, 4, 5, 6, 7, 12. And this is equal to A union B. A union B consists all elements of A and B, which is 1, 2, 3, 4, 5, 7, 6, 12. 1, 2, 3, 4, 5, 6, 7, 12. So this set is equal to A union B. So we have A intersection B union A minus B union B minus A is equal to A union B. ഈ റിസൾട്ട് ഏത് രണ്ട് സെറ്റ്സ് എ ബി എടുത്തു കഴിഞ്ഞാലും അതിനൊക്കെ ഇത് കറക്റ്റ് ആണ്. നമുക്ക് വെൻ ഡയഗ്രാമിൽ ഇതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. Consider any two sets A and B. Now this part is A minus B and this region is A intersection B and this region is B minus A. ഇപ്പൊ ഈ റീജിയനും ഇവിടെ ഇരിക്കുന്ന ഇന്റർസെക്ഷന്റെ പാർട്ടും ഈ ബി മൈനസ് എ, ഈ മൂന്നെണ്ണം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എ യൂണിയൻ ബി കിട്ടും. സോ എ യൂണിയൻ ബി ഈക്വൽ ടു എ മൈനസ് ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ ബി മൈനസ് എ. 2015 March, let A equal to set of all x such that x belongs to W, x less than 5. B equal to set of all x such that x is a prime number less than 5. And U equal to set of all x such that x is an integer 0 less than or equal to x less than or equal to 6. A, write A, B in roster form. B, find A minus B union B minus A. Verify A union B whole complement equal to A complement intersection B complement. De Morgan's law. A equal to set of all x's that x belongs to W, x less than 5. ഇപ്പൊ ഡബ്ല്യൂന്റെ അകത്തിരിക്കുന്ന എലമെന്റ്സ് ഏതൊക്കെയാ? 0, 1, 2, 3, etc. whole numbers. Here x belongs to W and x less than 5. x less than 5 ആയിരിക്കണം. അപ്പൊ ഏതൊക്കെ എലമെന്റ്സ് വരും? 0, 1, 2, 3, 4. So A is equal to set 0, 1, 2, 3, 4. B equal to set of all x such that x is a prime number less than 5. Prime numbers are 2, 3, 5, 7, 11, etc. Prime numbers less than 5 are 2 and 3. So B is equal to set 2, 3. U equal to set of all x such that x is an integer 0 less than or equal to x less than or equal to 6. 0 മുതൽ 6 വരെയുള്ള ഇന്റീജേഴ്സ് ഏതൊക്കെയാ? 0, 1, 2, 3, 4, 5, 6. So U equal to set 0, 1, 2, 3, 4, 5, 6. അപ്പോൾ നമുക്ക് A, B, U നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. Now we have to find A minus B union B minus A. So A minus B is set 0, 1, 2, 3, 4 minus B. B is set 2, 3. ഇപ്പോൾ ഇവിടുന്ന് 2, 3 എലിമിനേറ്റ് ചെയ്യണം. ബാക്കി വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാ? 0, 1, 4. So A minus B is set 0, 1, 4. Now B minus A. B is set 2, 3 minus A is set 0, 1, 2, 3, 4. ഈ 2, 3 രണ്ട് എലമെന്റ്സ് ഇവിടെ ഉണ്ട്. ഈ 2, 3നെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. 2നെ ഡിലീറ്റ് ചെയ്യണം, അതുപോലെ 3നെയും ഡിലീറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ എലമെന്റ്സ് ബാക്കിയുണ്ടോ? ഇല്ല. സോ ബി മൈനസ് എ ഇസ് നൾ സെറ്റ്, empty set. Now we have to find A minus B union B minus A. A minus B is set 0, 1, 4 union B minus A is null set. ഈ രണ്ട് സെറ്റിന്റെ യൂണിയൻ എന്തായിരിക്കും? സെറ്റ് 0, 1, 4. So answer is set 0, 1, 4. Now see, we have to verify that A union B whole complement equal to A complement intersection B complement. A union B equal to set A union set B. A is set 0, 1, 2, 3, 4 union set 2, 3. അപ്പോൾ A union B കണ്ടുപിടിക്കുന്ന സമയത്ത് എയിലെ എല്ലാ എലമെന്റ്സ് എഴുതണം, ബിയിലെ എല്ലാ എലമെന്റ്സ് എഴുതണം,
ഒറ്റൊരു പ്രാവശ്യം മാത്രമേ എഴുതാൻ പാടുള്ളൂ. സോ എ യൂണിയൻ ബി ഈക്വൽ ടു സെറ്റ് 0 1 2 3 4 2 3 ഒരു പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ പിന്നെ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ. നൗ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഇസ് യു മൈനസ് എ യൂണിയൻ ബി. ദാറ്റ് ഈസ് U is set 0 1 2 3 4 5 6 minus A union B is set 0 1 2 3 4. ഇപ്പോൾ നമ്മൾ മൈനസ് ചെയ്യുന്ന സമയത്ത് ഈ എലമെന്റ്സിനെ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യണം. 0 1 2 3 4 ഇത്രയും എലമെന്റ്സ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉണ്ടാവുന്ന എലമെന്റ്സ് ഏതൊക്കെയാ? 5 6. സോ ആൻസർ ഇസ് സെറ്റ് 5 6. നൗ ടേക്ക് ദിസ് ആസ് ഇക്വേഷൻ 1. ഒരു പാർട്ട് കണ്ടുപിടിച്ചു, എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് കണ്ടുപിടിച്ചു. ഇതിനെ ഇക്വേഷൻ 1 എടുക്കാം. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B complement. A complement is U minus A. U is set 0, 1, 2, 3, 4, 5, 6 minus A. A is set 0, 1, 2, 3, 4. P elements അങ്ങ് delete ചെയ്യണം. ബാക്കി വരുന്ന elements ഏതൊക്കെയാ? 5, 6. So answer is set 5, 6. Now B complement, that is U minus B. That is set 0, 1, 2, 3, 4, 5, 6 minus B. B is set 2, 3. P 2, 3 eliminate ചെയ്യണം. ബാക്കി വരുന്ന elements ഏതൊക്കെയാ? 0, 1, 4, 5, 6. So answer is set 0, 1, 4, 5, 6. Now we have to find A complement intersection B complement. A complement is set 5, 6. Intersection B complement is set 0, 1, 4, 5, 6. Intersection എന്ന് പറയുമ്പോൾ കോമൺ എലമെന്റ്സ് ആണ് ഉണ്ടാവുക. ഈ രണ്ട് സെറ്റിലും വരുന്ന എലമെന്റ്സ്, ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ടിരിക്കുന്ന എലമെന്റ്സ് ഏതൊക്കെയാ? 5, 6. So A complement intersection B complement is set 5, 6. Take this as equation 2. In equation 1 ഉം equation 2 ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. A union B whole complement equal to A complement intersection B complement. 2016 March. A, if A is a subset of the set B, then A intersection B equal to dash. B, represent the above set A intersection B by Venn diagram. C, in a school there are 20 teachers who teach mathematics or physics. Of these, 12 teach mathematics, 12 teach physics. How many teach both the subjects? If A is a subset of B, then A intersection B is equal to A. Intersection എന്ന് പറയുമ്പോൾ ചെറിയ സെറ്റാണ് ആൻസർ ആയിട്ട് വരുന്നത്. A is a subset of B. A ചെറിയ സെറ്റാണ്, B സൂപ്പർ സെറ്റാണ്. ഇപ്പോൾ ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ ചെറിയ സെറ്റാണ് ആൻസർ ആയിട്ട് വരുന്നത്. യൂണിയൻ എടുക്കുന്ന സമയത്ത് വലിയ സെറ്റാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി, എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു ബി. ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി, എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു എ. ബി, വെൻ ഡയഗ്രാം ഓഫ് എ ഇന്റർസെക്ഷൻ ബി. കൺസിഡർ യൂണിവേഴ്സൽ സെറ്റ് യു. റെക്ടാംഗിൾ is used to denote universal set. Now consider set B and A is a subset of B. A is subset of B. A എന്ന് പറഞ്ഞ സെറ്റ് B എന്ന് പറഞ്ഞ സെറ്റിന്റെ അകത്തുണ്ടാകും. ബിക്കോസ് A is a subset of B. ഇപ്പൊ ഇന്റർസെക്ഷൻ എടുക്കുന്ന സമയത്ത് ഈ പാർട്ടാണ് കോമൺ ആയിട്ട് വരുന്നത്. A intersection B is equal to A. Let M be the set teachers who teach mathematics. P be set of teachers who teach physics. So n of M equal to 12, n of P is equal to 12 and n of M union P is equal to 20. We have to find n of M intersection P. We have n of M union P equal to n of M plus n of P minus n of M intersection P. So n of M intersection P ഈ മൈനസ് ടേമിനെ ഇപ്പുറത്തേക്ക് എടുക്കുക, ഈ ടേമിനെ RHSലേക്ക് കൊണ്ടുപോകണം. n of M intersection P is equal to n of M plus n of P. ഈ ടേം ഇപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആയിട്ട് വരും. മൈനസ് n of M union P. ഇനി തന്ന വാല്യൂസ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 12 plus 12 minus 20. 24 minus 24. So answer is 4. So there are 4 teachers who teach both physics and mathematics. 2017 March. A. If U is the universal set and A is any set, then U intersection A is dash. Options. First one U, second one A, third one null set, fourth one A complement. B. Consider the sets U equal to set A, B, C, D, E, F, G. A equal to set B, C, D, E and B equal to set A, C, G. Find A complement and B complement and then verify that A union B whole complement equal to A complement intersection B complement. De Morgan's law. C. In a group of 400 people, 250 can speak Hindi and 200 can speak Malayalam.
How many people can speak both Hindi and Malayalam? First one, A is a subset of U. So A intersection U is equal to A. A ചെറിയ സെറ്റാണ്, യു സൂപ്പർ സെറ്റാണ്. അപ്പോൾ ഇന്റർസെക്ഷൻ എപ്പോഴും ചെറിയ സെറ്റാണ് ആൻസർ ആയിട്ട് വരുന്നത്. A intersection U is equal to A. Now B, U equal to set A, B, C, D, E, F, G. A equal to set B, C, D, E. B equal to set A, C, G. A complement is U minus A, that is U minus A. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യേണ്ടത് ഈ എലമെന്റ്സ് ആണ്, ബി സി ഡി ഇ. റിമൈനിങ് എലമെന്റ്സ് ആർ എ എഫ് ജി. സോ എ കോംപ്ലിമെന്റ് ഇസ് സെറ്റ് എ എഫ് ജി. B complement equal to U minus B. So write U minus B. B is set A C G. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എ സി ജി ഈ മൂന്ന് എലമെന്റ്സിനെ ഡിലീറ്റ് ചെയ്യണം. റിമൈനിങ് എലമെന്റ്സ് ആർ ബി ഡി ഇ എഫ്. സോ ബി കോംപ്ലിമെന്റ് ഇസ് സെറ്റ് ബി ഡി ഇ എഫ്. We have to verify that A union B whole complement equal to A complement intersection B complement. Now A union B is A is set B C D E, union B, B is set A C G. യൂണിയൻ്റെ അകത്ത് ഈ സെറ്റിലെ എല്ലാ എലമെന്റ്സും എഴുതണം, സെക്കൻഡ് സെറ്റിലെ എല്ലാ എലമെന്റ്സും എഴുതണം. അപ്പോൾ ഏതൊക്കെ എലമെന്റ്സ് വരും? എ ബി സി ഡി ഇ ജി. സോ എ യൂണിയൻ ബി ഈക്വൽ ടു സെറ്റ് എ ബി സി ഡി ഇ ജി. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഇസ് യു മൈനസ് എ യൂണിയൻ ബി. U is set A, B, C, D, E, F, G minus A union B. A union B is set A, B, C, D, E, G. ഇപ്പോൾ ഇവിടുന്ന് A, B, C, D, E, G ഇത്രയും എലമെന്റ്സ് ഡിലീറ്റ് ചെയ്യണം. ബാക്കി വരുന്ന എലമെന്റ് ഏതാ? F. സോ ആൻസർ ഇസ് സെറ്റ് F. സോ A union B ഹോൾ കോംപ്ലിമെന്റ് ഇസ് സെറ്റ് F. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ്. A complement intersection B complement is A complement is set A F G intersection B complement is set B D E F. ഈ രണ്ട് സെറ്റിലും വരുന്ന കോമൺ എലമെന്റ് ആണ് ഇന്റർസെക്ഷൻ ഉണ്ടാവുക. ഏതാ കോമൺ എലമെന്റ്? എഫ്. എ ഇവിടെ ഉണ്ട്, പക്ഷെ എ ഇവിടെ ഇല്ല. ജി ഇവിടെ ഉണ്ട്, ജി ഇവിടെ ഇല്ല. അപ്പോൾ കോമൺ എലമെന്റ് ഏതാ? എഫ് ആണ്. സോ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് സെറ്റ് എഫ്. So comparing these two equations, we get A union B whole complement equal to A complement intersection B complement. Now 2018 March, if A equal to set ABC, then write power set P of A. Okay, power set P of A. B, if the number of subsets with two elements of a set P is 10, then find the total number of elements in the set P. Okay, number of subsets with two elements of a set P is 10. Then we have to find total number of elements in the given set P. C, find the number of elements in power set of P. Given set is set A, B, C. We have to find power set of A. Power set of A consists all subsets of A. Set of all subsets of A is known as power set of A. P സെറ്റിന്റെ എല്ലാ സബ്സെറ്റ്സുകളെയും നമ്മൾ ഫ്ലവർ ബ്രാക്കറ്റിന്റെ അകത്ത് ലിസ്റ്റ് ചെയ്യണം. P of A is equal to. അപ്പോൾ ഇതിന്റെ സബ്സെറ്റ്സ് ഏതൊക്കെയാ? നൾ സെറ്റ് ഇസ് എ സബ്സെറ്റ്. സിംഗിൾട്ടൺ സെറ്റ്സ് എഴുതണം. സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി. പിന്നെ വരുന്നത് രണ്ട് എലമെന്റ്സ് അടങ്ങിയിരിക്കുന്ന സബ്സെറ്റ്സ് ആണ്. സെറ്റ് എ ബി, സെറ്റ് എ സി, സെറ്റ് ബി സി. പിന്നെ വരുന്നത് മൂന്ന് എലമെന്റ്സ് അടങ്ങിയിരിക്കുന്ന ഹോൾ സെറ്റ് ആണ്. സെറ്റ് എ ബി സി. These are subsets. So P of A is equal to set null set A, set B, set C, set A B, set A C, set B C, set A B C. In part B, we have to find a number of elements in the set P. Given that number of subsets with the two elements is 10. Let n be number of elements in the set P. Okay, P ile element എണ്ണം n ആയിട്ട് എടുക്കാം. Now, number of subsets of P with two elements is 10. Now, number of subsets of P with two elements is NC2. N elements ഉണ്ട്, രണ്ട് എലമെന്റ്സിനെ സെലക്ട് ചെയ്യണം. സോ നമ്പർ ഓഫ് വേസസ് NC2. ഇത്ര സബ്സെറ്റ്സുകളാണ് രണ്ട് എലമെന്റ്സ് അടങ്ങിയിരിക്കുന്ന സബ്സെറ്റ്സ് ആയിട്ട് ഉണ്ടാവുക. n എലമെന്റ്സ് എന്ന് രണ്ട് എലമെന്റ്സ് സെലക്ട് ചെയ്യേണ്ട നമ്പർ ഓഫ് വേസ് ആണിത്. സോ ദർ ആർ NC2 subsets with two elements. Now how to find NC2? NCR is n factorial by r factorial into n minus r factorial. NC2 is n factorial by 2 factorial into n minus 2 factorial. That is equal to 10. ഇതാണ് ഇക്വേഷൻ നമ്മൾ ഇവിടെ ഉപയോഗിച്ചത്. Now n factorial is 1 into 2 into etc. n. n minus 2 factorial is 1 into 2 into etc. n minus 2. ഇപ്പോൾ ഇവിടെ n factorial എന്ന് പറയുമ്പോൾ
1 into 2 into 3 into etc. n minus 2, n minus 1, n അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ 1 into 2 into etc. n minus 2 വരെയുണ്ട്. അപ്പോൾ n minus 2 വരെയുള്ള ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ന്യൂമറേറ്ററിൽ n minus 1 into n ആ രണ്ട് ടേംസ് ആണ് ന്യൂമറേറ്ററിൽ ബാക്കി ഉണ്ടാവുക. So we get n minus 1 into n, 2 factorial is 1 into 2, so 2 which is equal to 10. ഇനി 2നെ ഇങ്ങോട്ടേക്ക് എടുക്കുക, 10 into 2 is 20. So n minus 1 into n is 20, n minus 1 into n is n into n square, n into minus 1 is minus n. ഈ 20നെ ഇപ്പുറത്തേക്ക് എടുത്താൽ minus 20 equal to 0. This is a quadratic equation in n. So n square minus n minus 20 equal to 0. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും. സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ക്വാഡ്രറ്റിക് ഇക്വേഷൻ ആണ് n equal to minus b plus or minus root of b square minus 4ac whole divided by 2a, where a is 1, b is minus 1, c is minus 20. b is minus 1, so minus b is 1 plus or minus root of b square, that is minus 1 square, 1. Minus 4 into 1 into minus 20. Minus into minus plus വരും, 4 into 20, 80. 1 plus 80 is 81. Root of 81 is 9. So 1 plus or minus 9 by 2. 1 plus 9 is 10. So 10 by 2. 1 minus 9 is minus 8. Minus 8 by 2. 10 by 2 is 5. Minus 8 by 2 is minus 4. So n is equal to 5n minus 4. But here n is a natural number. N is number of elements in the set P, which is always positive. So n is equal to 5. പാസ്കൽസ് ട്രയാങ്കിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് ചെയ്യാം. പാസ്കൽസ് ട്രയാങ്കിളിന്റെ ഫിഗറാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. ഇഫ് ദർ ആർ 5 elements in a set, number of subsets with 0 element is 1, number of subsets with 1 element is 5, number of subsets with 2 elements is 10, number of subsets with 3 elements is 10, number of subsets with 4 elements is 5, number of subsets with 5 elements is 1. ഈ എലമെന്റ് ആണ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദാറ്റ് സെറ്റ്. ഈ 4 ആണ് ആ സെറ്റിന്റെ അകത്ത് വരുന്ന നമ്പർ ഓഫ് എലമെന്റ്സ്. 3 നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദാറ്റ് സെറ്റ്. ഒന്നും കൂടി പറയാം. ഇപ്പൊ n ഈക്വൽ ടു 4 ആയി കഴിഞ്ഞാൽ ഒരു സെറ്റിന്റെ അകത്ത് 4 എലമെന്റ്സ് ഉണ്ടെങ്കിൽ number of subsets with 0 element is 1, number of subsets with 1 element is 4, number of subsets with 2 elements is 6, number of subsets with 3 elements is 4, number of subsets with 4 elements is 1. അതുപോലെ തന്നെയാണ് n 5 ആകുന്ന സമയത്ത് number of subsets with 0 element is 1, number of subsets with 1 element is 5, number of subsets with 2 elements is 10, number of subsets with 3 elements is 10, number of subsets with 4 elements is 5, number of subsets with 5 element is 1. Okay, ഇതാണ് തന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആൻസർ. Number of subsets with 2 elements 10 തന്നിട്ടുണ്ട്. So number of elements in that set is 5. വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. Now see, number of elements in the given set P is 5. തൊട്ട് മുന്നേ നമ്മളത് കണ്ടുപിടിച്ചു. നമുക്ക് വേണ്ടത് എന്താ? Number of elements in power set of P. If a set has n elements, then number of elements in its power set is 2 raised to n. So here 2 raised to 5 because n is equal to 5. So answer is 2 raised to 5. 2018 March. Consider Venn diagram of the universal set U equal to set 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. ഇപ്പോൾ വെൻ ഡയഗ്രാമത്തിൻ്റെ അകത്ത് എ ബി സെറ്റ് തന്നിട്ടുണ്ട്. വെൻ ഡയഗ്രാം ഒബ്സർവ് ചെയ്യുക. എയും ബിയും ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എ, റൈറ്റ് സെറ്റ്സ് എ ബി ഇൻ റോസ്റ്റർ ഫോം. ബി, വെരിഫൈ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഫൈൻഡ് n of a intersection b whole complement. അപ്പോൾ നമ്മൾ എയും ബിയും റോസ്റ്റർ ഫോമിൽ എഴുതണം. വെൻ ഡയഗ്രാം ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്റെ അകത്ത് വരുന്ന എലമെന്റ്സ് ഏതൊക്കെയെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഏതൊക്കെ എലമെന്റ്സാ? 3, 4, 6, 10. So a is equal to set 3, 4, 6, 10. b is equal to set 2, 3, 4, 5, 11. Okay, so a is equal to set 3, 4, 6, 10 and b equal to set 2, 3, 4, 5, 11. Now b, we have to verify that a union b whole complement equal to a complement intersection b complement. A union b is equal to write all elements of a and all elements of b without repeating elements. So elements are 2, 3, 4, 5, 6, 10, 11. A union b equal to set 2, 3, 4, 5, 6, 10, 11. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് A union B whole complement. A union B whole complement equal to U minus A union B. Now this is set U minus this is A union B.
അപ്പോൾ ഈ യുവിൽ നിന്നും ഈ എലമെൻസിനെ ഡിലീറ്റ് ചെയ്യണം. ഏതൊക്കെ എലമെൻസിനാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്? 2, 3, 4, 5, 6, 10, 11. ആ എലമെൻസിന് ജസ്റ്റ് ചെറിയൊരു അണ്ടർലൈൻ ഇട്ട് വെക്കുക. നമ്മൾ തെറ്റ് കൂടാണ്ട് ആൻസർ എഴുതണമെങ്കിൽ ചെറിയൊരു അണ്ടർലൈൻ ഇട്ട് വെക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മൾ 6 ഉണ്ട്, പിന്നെ 10 ഉണ്ട്, പിന്നെ ഇരിക്കുന്നത് 11. അപ്പോൾ ഇത്രയും എലമെൻസിന് അണ്ടർലൈൻ ഇട്ട് വെച്ചേക്കണം. ബാക്കി വരുന്ന എലമെൻസ് ഏതൊക്കെയാണ് എളുപ്പത്തിൽ കണ്ടുപിടിക്കുക അല്ലേ? 1, 7, 8, 9, 12, 13. So A union B whole complement is 1, 7, 8, 9, 12, 13. Set 1, 7, 8, 9, 12, 13. Now let it be equation 1. Now we have to find A complement and B complement. A complement is U minus A. Write U minus set 3, 4, 6, 10. അപ്പോൾ ഏതൊക്കെ എലമെൻറ്റ്സ് നമ്മൾ എലിമിനേറ്റ് ചെയ്യണം? 3, 4, 6, 10. അപ്പോൾ ബാക്കി വരുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 1, 2, 5, 7, 8, 9, 11, 12, 13. Okay, now B complement is U minus B. U minus B. So, നമ്മൾ eliminate ചെയ്യേണ്ട elements 2, 3, 4, 5, 11. So, remaining elements are 1, 6, 7, 8, 9, 10, 12, 13. Okay, so B complement is set 1, 6, 7, 8, 9, 10, 12, 13. ഇനി നമ്മൾ ഈ രണ്ട് സെറ്റിന്റെ ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കണം. A complement ഇന്റർസെക്ഷൻ B complement. കോമൺ എലമെന്റ്സ് ആണ് എഴുതേണ്ടത്. 1 A കോംപ്ലിമെന്റിലുണ്ട്, B കോംപ്ലിമെന്റിലുണ്ട്. 7, 8, 9. ഓക്കെ, 10 ഇല്ല ഇവിടെ, 11 ഇവിടെ ഇല്ല, 12, 13. So A complement intersection B complement is set 1, 7, 8, 9, 12, 13. This is equation number 2. Now from 1 and 2, A union B whole complement is set 1, 7, 8, 9, 12, 13. From equation 2, A complement intersection B complement is set 1, 7, 8, 9, 12, 13. Both are same sets. So A union B whole complement is A complement intersection B complement. Part C, we have to find n of A intersection B whole complement. We know that n of A complement is n of U minus n of A. So what is n of A intersection B whole complement? N of U minus n of A intersection B. N of U is equal to 13. A intersection B is 3, 4. So number of elements in A intersection B is 2. So answer is 13 minus 2 equal to 11. ഇപ്പോൾ A intersection B കണ്ടുപിടിക്കണം. അത് സെറ്റ് 3, 4 ആണ്. അപ്പോൾ ഇവിടെ 2 എലമെന്റ്സ് മാത്രമേ ഉള്ളൂ. യുവിൻ്റെ അകത്ത് 13 എലമെന്റ്സ് ഉണ്ട്. 1, 2, 3 എക്സെട്ര 13 എലമെന്റ്സ് ഉണ്ട്. 13 minus 2, 11. Answer is 11. 2019 March. Let A equal to set of all x such that x is a prime number less than 11. B equal to set of all x such that x is an integer such that 2 less than or equal to x less than or equal to 8. Write C equal to A intersection B. അപ്പോൾ നമ്മൾ ആദ്യം എനെയും ബിനെയും റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനുശേഷം A intersection B കണ്ടുപിടിക്കണം. Second one, find the number of subsets of C which has 3 elements. Okay. What is the probability of getting a subset of 3 elements from the power set of C? ഇത് ചാപ്റ്റർ 16 കമ്പൈൻ ചെയ്തിട്ട് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ചാപ്റ്റർ 1ഉം ചാപ്റ്റർ 16ഉം കമ്പൈൻ ചെയ്തിട്ടാണ് ഈ പ്രോബ്ലത്തിൽ വന്നിരിക്കുന്നത്. A equal to set of all x such that x is a prime number less than 11. Which are prime numbers less than 11? 2, 3, 5, 7. So A is equal to set 2, 3, 5, 7. B equal to set of all x such that x is an integer such that 2 less than or equal to x less than or equal to 8. 2ന്റെയും 8ന്റെയും ഇടയിൽ വരുന്ന, അത് മാത്രമല്ല 2 equal to x ഉണ്ട്, x equal to 8ഉം ഉണ്ട് ഇവിടെ. ഇപ്പോൾ 2ഉം ഉൾപ്പെടും 8ഉം ഉൾപ്പെടും, അതിൻ്റെ ഇടയിൽ വരുന്ന എല്ലാ ഇൻറ്റീജേഴ്സും എഴുതണം. സോ B is equal to 2, 3, 4, 5, 6, 7, 8. ഇപ്പോൾ എ ബി രണ്ട് സെറ്റ്സ് കിട്ടി. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി, ഇന്റർസെക്ഷൻ ഓഫ് ദീസ് 2 സെറ്റ്സ്. ഇപ്പോൾ ഇവിടെ 2, 3, 5, 7 ഉണ്ട്, ആ എലമെന്റ്സ് ഇവിടെ വന്നിട്ടുണ്ട്. സോ 2, 3, 5, 7 ആർ കോമൺ എലമെന്റ്സ്. സോ സി ഈക്വൽ ടു സെറ്റ് 2, 3, 5, 7. So here n of C is equal to 4. Number of subsets of C with 3 elements is NC3. Here 4C3. N is equal to 4. So 4C3. Number of ways of selecting 3 elements from given 4 elements is 4C3. And 4C3, we have NCR equal to n factorial by r factorial into n minus r factorial. So 4C3 equal to 4 factorial by
3 factorial into 4 minus 3, that is 1 factorial. 4 factorial is 1 into 2 into 3 into 4 divided by 3 factorial, that is 1 into 2 into 3. 1 into 2 into 3 cancel ചെയ്തു പോകും. Answer 4. Now third one, probability of getting a subset of 3 elements from the power set of C. Let E be event of getting a subset of 3 elements. And we know that n of E is equal to 4C3. തൊട്ട് മുന്നേ നമ്മൾ ഇത് കണ്ടുപിടിച്ചു. Number of subsets with 3 elements is 4C3 because C consists 4 elements. 4C3. Sample space is set of all subsets or power set. Sample space is power set of C. Since C has 4 elements, its power set consists 2 raised to 4 elements, 16 elements. So probability of E is equal to n of E by n of S. n of E is 4C3, n of S is 2 raised to 4. 4C3 is 4, 2 raised to 4 is 16. 4 by 16 is 1 by 4. So answer is 1 by 4. March 2019, രണ്ടാമത്തെ പ്രോബ്ലം ആണതിൽ. തൊട്ട് മുന്നേ നോക്കിയത് ഫസ്റ്റ് ചാപ്റ്ററും 16th ചാപ്റ്ററും കമ്പൈൻ ചെയ്ത് ചോദിച്ച പ്രോബ്ലം ആയിരുന്നു. ഇത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വന്ന പ്രോബ്ലമാണ്. ഇൻ എ സ്കൂൾ എ സർവേ among 400 students, 100 were listed as taking apple juice, 150 as taking orange juice, and 75 were listed as taking both apple juice as well as orange juice. A. How many students take apple juice or orange juice? B. How many take apple juice alone but not orange juice? C. How many students were taking neither apple juice nor orange juice? ഇതുപോലെ ഒരു വെൻ ഡയഗ്രാം വരയ്ക്കുക. A is set of all students who takes apple juice. O is set of all students who take orange juice. And U is the universal set. Given that n of U is equal to 400, n of A is equal to 100, n of O equal to 150, n of A intersection O equal to 75. Total students 400 ആണ്. So n of U is equal to 400. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് n of A union O. Apple juice or orange juice. n of A or O, that is equal to n of A union O. We know that n of A union O is equal to n of A plus n of O minus n of A intersection O. Value substitute ചെയ്യാം. 100 plus 150 minus 75. 100 minus 75 is 25. 25 plus 150 is 175. So answer is 175. Now second one, n of A minus B. A minus B എന്ന് പറയുമ്പോൾ ഈ പാർട്ടാണ് A minus B. n of A minus B is n of A minus n of A intersection B. Number of elements of A യിൽ നിന്നും ഈ പാർട്ടിൽ വരുന്ന എലമെന്റ്സിനെ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ പാർട്ട് കിട്ടും. A minus B is equal to A. മൊത്തം എയിൽ നിന്നും ഈ റീജിയൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ A minus B കിട്ടും. So number of elements in A minus B equal to number of elements in A minus number of elements in A intersection B. That is 100 minus 75. That is equal to 25. Now see n of neither A nor B. Aന്റെ അകത്തും ഉണ്ടാവത്തില്ല, Bന്റെ അകത്തും ഉണ്ടാവത്തില്ല. അതായത് ഈ രണ്ട് സെറ്റിന്റെ പുറത്ത് വരുന്ന റീജിയൻ ആണ്. അതായത് A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ O കോംപ്ലിമെന്റ് ഓർ A യൂണിയൻ O ഹോൾ കോംപ്ലിമെന്റ് AO. ഈ രണ്ട് സെറ്റിന്റെയും പുറത്ത് വരുന്ന റീജിയൻ ആണ് A യൂണിയൻ O ഹോൾ കോംപ്ലിമെന്റ്. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് n of A യൂണിയൻ O. അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. n of A union O whole complement is n of U minus n of A union O. n of U is 400. n of A union O is equal to 175. തൊട്ട് മുന്നേ നമ്മൾ ഇത് കണ്ടുപിടിച്ചു. So 400 minus 175 which is equal to 225. So answer is 225. Problems എല്ലാം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ ഈസിയാണ്. നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. Okay, thank you.